ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു. ആമേൻ. അടുത്ത പദം. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ആമേൻ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. ഹല്ലേലൂയ. വായിച്ചു. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. താങ്ക് യു ജീസസ്. എന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളെ എല്ലാവരും പ്രശംസിക്കാൻ പോവുക. ആമേൻ. നിങ്ങളെ പ്രശംസിക്കാൻ പോകുന്ന ദിവസങ്ങൾ വരികയാണ്. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് 1-2 പേർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ എല്ലാവരും പ്രശംസിക്കാൻ പോകുന്ന ദിവസങ്ങൾ വരികയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രശംസ കേൾക്കാൻ പോകും. ഇന്ന് നടന്ന സ്വീകരണവും പ്രശംസയൊന്നും ഞാൻ ചിന്തിച്ചില്ല, ആഗ്രഹിച്ചതുമില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് ആൻറ്റിയോ ആരെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് നമ്മുടെ ഒരു ദൈവദാസൻ പുള്ളിക്കാരൻ്റെ സഭയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടായാൽ ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത് എനിക്ക് കിട്ടണമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ചിന്തിച്ചതുമില്ല. സത്യമായിട്ടും പറയുന്നു, ഞാൻ അങ്ങനെ എനിക്ക് കിട്ടണമെന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ അവിടെ ഒരു അംഗീകാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം, ആ ദൈവദാസൻ പറയുന്നത് എന്താണോ അത് അവർ അംഗീകരിക്കും. അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം അവരുടെയും സന്തോഷമാണ്. എന്നാൽ ഇവിടെയും അതിനേക്കാൾ അനുഗ്രഹപ്രദമായ രീതിയിൽ ആ സന്തോഷം, ആ സമാധാനം, ആ ആനന്ദം ഉണ്ടാകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവദാസന്റെ സന്തോഷം, ഒരു കാര്യം പറഞ്ഞാൽ ഇത്ര മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ആ ടൈമിലെത്തും. ഹല്ലേലൂയ. അവിടെ സഭാ ആരാധന തീരുമ്പോൾ 4 മണിയാണ് സമയം. 4 മണിയാണ് സമയം. അവിടെ വിശ്വാസികൾക്ക് ആർക്കും പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരുണ്ട്, രോഗികളായി വന്നവരുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ അവിടെ രോഗികൾ കുറവാണ്. വരുന്നവരൊക്കെ സൗഖ്യമാകും. അതുപോലെ തന്നെ വീട് പോലും സ്വന്തമായിട്ടില്ലാതെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന അനേകരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 2 നിലയുള്ള വീടുകളിലാണ് അതിൽ പലരും താമസിക്കുന്നത്. എന്നാൽ പിന്നെ ഓടി അങ്ങോട്ട് പോകാം, നമുക്ക് അവിടെ 2 നില വീടിരിപ്പുണ്ടോ. നിന്റെ സഭ ഇതാണ്, നിനക്കുള്ള നന്മ ഇവിടെ ഉണ്ട്. ആമേൻ. നീ അവിടെ ചെന്ന് നിനക്കത് കിട്ടൂല. കാരണം നിന്റെ വീട്ടിൽ നിനക്കുള്ളപ്പോൾ വേറെ ഒരു സ്ഥലത്തോട്ട് ഓടി ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ പറയും, നിന്റെ വീട്ടിൽ അതുണ്ടല്ലോ, പിന്നെ എന്തിനാ ഓടി വന്നേ. നിന്നെ കളിയാക്കും. നിന്നെ ഒരു വീട്ടിലുള്ള സ്വാതന്ത്ര്യം അന്യ വീട്ടിൽ ചെന്നാൽ കിട്ടുകയില്ല.
അന്യ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ അതിഥികളാണ്. അതിഥി കുറച്ച് നാൾ കഴിയുമ്പോൾ പുളിക്കും, പിന്നെ അത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതും നാറും, പിന്നെ കൊള്ളാതെയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരും അതിഥികളാകരുത്. നമ്മളെല്ലാം ഈ ചിലരെയൊക്കെ കുറേ നാൾ ദൈവം വീട്ടിലിരുത്തി എന്നിട്ട് ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സഭയുടെ ഭാഗമാണ്. ദൈവം നിങ്ങളെ ഈ സഭയിലേക്ക് കണ്ടതാണ്. ഇന്ന് പുതുതായിട്ട് വന്നവരൊന്ന് കരമുയർത്താമോ? ആദ്യമായിട്ട് ഈ സഭയിലേക്ക് വന്നവരൊന്ന് കരമുയർത്താമോ? ചാടി ഒന്ന് എഴുന്നേക്കാമോ? വർഷിപ്പിലേക്ക് 2 കുഞ്ഞുങ്ങളായി, 2 ശുശ്രൂഷകർ കൂടെ ജീസസ് പവറിലായി. ആമേൻ. നിങ്ങളുടെ നിങ്ങളുടെ കരങ്ങൾ വിശുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, വിശുദ്ധനായ ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, നിങ്ങളുടെ വിശുദ്ധകരം ആ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടി ആ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ശബ്ദമുയർത്തി എഴുന്നേറ്റ് നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി, കൈവച്ച് പ്രാർത്ഥിക്കണമെന്നല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒരാൾ ശബ്ദമുയർത്തി ചാടി എഴുന്നേറ്റ്. ആര് ആത്മാവിൽ എരിവോടെ ആയിരിക്കുന്നവർ അവർ ചാടിയൊക്കെ എഴുന്നേക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചാടി എഴുന്നേറ്റ് നിന്ന് ആ ഒരു നിമിഷം നിങ്ങളുടെ കരം സ്വർഗത്തേക്ക് ഉയർത്തി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ബാക്കി എല്ലാവരും ആ കുഞ്ഞുങ്ങൾക്ക് നേരെ ഒന്ന് കരം നീട്ടി. അവരുടെ ജീവിതം ഇന്നു മുതൽ ഒരു അനുഗ്രഹമായി തീരും. ധർമാ ജനധ മനധ. താങ്ക് യു. ബാക്കി എല്ലാവരും അന്യഭാഷയുള്ളവർ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു. താങ്ക് യു ജീസസ്. റീഖമന ശംധേരിയാരെ റീമാ ജനത. താങ്ക് യു ജീസസ്. Thank you, Jesus. Thank you, Jesus. Oh, thank you, Jesus. കർത്താവെ അനുഗ്രഹിച്ചാട്ടെ അപ്പ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ. ഇവർ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, ഇവർ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, ഇവരുടെ കുടുംബത്തിന് ഇവർ അനുഗ്രഹമായി തീരട്ടെ, ഇവരായിരിക്കുന്ന മേഖലകളെല്ലാം ഇവർ അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു ജീസസ്. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, Jesus' name. Thank you, Father. നിങ്ങളുടെ കരങ്ങളെ അടിച്ച് കർത്താവിനെ ജീസസ്. ഓ റബ ഷേഠേലി റബ ശബ്ദല റബ റിമാ ജനദല ഗടഗരധി രംധേരിയ റീബ ശബൽഖാരബ ജഗല ഗടഗരധി രംതന. അന്യഭാഷയുള്ളവർ അന്യഭാഷയിലൊന്ന് ആരാധിച്ച്, അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് റീകഭാഷിയാന്ധലാഭ. വലിയ ദൈവ പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ തട്ടി കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. സന്തോഷത്തോടെ ഇരിക്കാം. നിങ്ങളോട് കർത്താവിന് ചിലത് സംസാരിക്കാനുണ്ട്. നിങ്ങൾ കർത്താവിനോട് സംസാരിക്കുന്നവരാകും, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നവരാകും. നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരുമായി നടക്കുന്നവരാകും. സന്തോഷത്തോടെ ഇരിക്കും. താങ്ക് യു ജീസസ്. അപ്പോൾ ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവനെ ശത്രുക്കൾ പോലും പ്രശംസിക്കും. ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ചിരി ഒന്ന് കാണട്ടെ. ചിരിച്ചുകൊണ്ട് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ചിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ചിരിക്കണം. ചിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ചിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവനെ ശത്രുക്കൾ പോലും പ്രശംസിക്കാനിടയാകും. ശത്രുക്കൾ പോലും അവനെ പ്രശംസിക്കേണ്ടി വരും. ആമേൻ. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവാണ്. അത് വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. അത് വിശുദ്ധിയുടെ ആത്മാവാണ്. അത് വിശുദ്ധിയിലേക്ക് നടത്തുന്ന ആത്മാവാണ്. ആമേൻ. ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, ആ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നു എങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും ഉറപ്പിക്കാം, നിങ്ങളിപ്പോൾ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ വന്ദിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ വന്ദിക്കപ്പെടും. നിങ്ങളെ ആരൊക്കെ എവിടെയൊക്കെ നിന്ദിച്ചാലും അവിടെയെല്ലാം ഒരു വന്ദനത്തിന്റെ സ്വരം നിങ്ങൾ കേൾക്കുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുണ്ടോ, വന്ദനം നിനക്ക് അർഹതപ്പെട്ടതാ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നോ, പ്രശംസ നിനക്ക് അവകാശപ്പെട്ടതാ. ഹല്ലേലൂയ. കാരണം നിന്നെ പ്രശംസിക്കേണ്ടി വരും, നിന്നെ അനുഗ്രഹിക്കേണ്ടി വരും, നിന്നെ വിളിച്ച് കയറ്റി നിർത്തേണ്ടി വരും. തള്ളിയ ഇടങ്ങളിലൊക്കെ നിന്നെ മാനിച്ച് വിളിച്ച് കയറ്റി നിർത്തി നിന്നെ ആദരിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇന്ന് ദൈവദാസനെ നിങ്ങൾ ആദരിച്ചെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അത് ദൈവത്തെ ആദരിച്ച് എന്റെ ദാസനെ തൊടുന്നവർ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അല്ലെ, അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് മാനമൊരുക്കും. നിങ്ങളെ പലയിടങ്ങളിലും ആദരിക്കുന്ന ദിവസങ്ങൾ വരികയാ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന ഈ പ്രാരംഭത്തിൽ വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ ലോകം ആദരിക്കാൻ പോകുന്ന ദിവസങ്ങൾ, നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളെ ആദരിക്കാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ സർവശക്തനായ ദൈവം നൽകാൻ പോകുന്നു എന്ന് ആത്മാവിൽ പ്രവചന ശബ്ദമായി ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അടുത്തത്, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇനി ഒന്നുകൂടെ പറയാം, പരിശുദ്ധിയുടെ ആത്മാവ് നിന്നിലുണ്ടേൽ അശുദ്ധിയുടെ ആത്മാവ് നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ നോട്ടം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ ജയിക്കണം എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും ഉണ്ടായിരുന്ന പാപവും പാപ സ്വഭാവവും ദൂരെ എങ്ങും പോയിട്ടില്ല. അതെന്റെയും നിങ്ങളെയും കൂടെ തന്നെ ഉണ്ട്. അത് നിന്റെ വാതിക്കൽ തന്നെയുണ്ട്. അതിന്റെ നോട്ടം വേറെ ആരിലേക്കുമല്ല, നിന്നിൽ നിന്നും പുറപ്പെട്ടു പോയ പൈശാചിക ശക്തികളുടെ നോട്ടം നിന്നിലേക്ക് തന്നെ. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നത് നീയോ അതിനെ ജയിക്കണം. നിന്റെ കഴിവ് കൊണ്ട് ഉടനെ അടുത്ത ചോദ്യം, കർത്താവേ ഞാൻ എങ്ങനെ പിശാചിനെ ജയിക്കും? പിശാച് അതിശക്തനാണല്ലോ, ഞാൻ അങ്ങനെ പിശാചിനെ ജയിക്കും? സ്വർഗം പറയും, നിനക്ക് തനിച്ച് ജയിക്കാൻ കഴിയുകയില്ല. നിനക്ക് മാനുഷിക ബലത്തിലും മാനുഷിക ബുദ്ധിയിലും മാനുഷിക പ്രയത്നത്തിലും പൈശാചിക തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയുകയില്ല. അതെനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ആത്മാവിന്റെ ശക്തിയാൽ നിന്നെ ഞാൻ നിറച്ചേ. ഇന്ന് പകലിൽ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പ്രവചന ശബ്ദമായി വിളിച്ചു പറയാൻ പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായാൽ പൈശാചിക ശക്തികൾ നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങും. അതിനോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ, പിശാചിനോട് സഭ എതിർത്ത് നിന്നാൽ, ദൈവ പൈതൽ നീ എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇനി മറ്റൊന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിറച്ചിട്ടുണ്ടേൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞിട്ടുണ്ടേൽ നിന്നെ നടത്തുന്നത് മനുഷ്യനല്ല, ഹല്ലേലൂയ, സാത്താനല്ല, മറ്റൊരു ശക്തികളുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നിട്ടുണ്ടേൽ നിന്നെ വഴി നടത്താനും പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നിട്ടുണ്ടേൽ നിന്നെ അനുഗ്രഹിക്കാനും നിന്നെ നടത്താനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും നിന്നെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നല്ലൊരാമേൻ പറഞ്ഞ് വന്ന പരിശുദ്ധാത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. ഇനി മരുഭൂമിയുടെ പരിശുദ്ധാത്മാവ് നടത്തിയത് മരുഭൂമിയിലേക്കാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അസാധ്യതകളുടെ നടുവിലേക്കാണ് നടത്തിയേ.
മരുഭൂമിയുടെ വരണ്ട അവസ്ഥയിലേക്കാണ്, ആ വരണ്ട അവസ്ഥ എവിടെയാണോ അവിടേക്കാണ് നടത്തിയത്. ഞാൻ ഒന്നുകൂടെ പറയാം, നിന്റെ ശത്രു എവിടെയാണോ ബലപ്പെട്ടിരിക്കുന്നത് അവിടേക്കായിരിക്കും പരിശുദ്ധാത്മാവെന്ന് നിന്നെ നടത്തുന്നത്. ഒന്നുകൂടി പറയാം, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവിക നന്മയ്ക്ക് വിരോധമായി ചലിക്കുന്ന പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുടെ ബലം എവിടെ ബലപ്പെട്ടിരിക്കുന്നു അവിടേക്കായിരിക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരുവനെ പരിശുദ്ധാത്മാവ് നടത്തുന്നത്. ഹല്ലേലൂയ. കാരണം എവിടെ ലംഘനം പെരുകുന്നുവോ അവിടെ കൃപ ഏറ്റവും വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ലംഘനം പെരുകുന്ന ഇടത്ത് എവിടെയാണോ പിശാചിന്റെ പ്രതിപ്രവർത്തനങ്ങൾ ഉയരുന്നത് അവിടേക്ക് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നിന്നെ പരിശുദ്ധാത്മാവ് നടത്തും. കാരണം അത് ഹല്ലേലൂയ അവന്റെ മുന്നിൽ കൊണ്ട്, പിശാചിന്റെ മുന്നിൽ കൊണ്ട് അടിയറ വെപ്പിക്കാനോ നിന്നെ തോൽപ്പിക്കാനോ നിന്നെ തകർക്കുവാനോ നിന്നെ നശിപ്പിക്കുവാനോ അല്ല. കാരണം പകരം നിന്നിൽ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് അവനെ ഒന്ന് അറിയിക്കാൻ, ശത്രു ഒന്ന് തിരിച്ചറിയാൻ. ഇന്ന് നിനക്കെതിരെ പ്രതികൂലങ്ങൾ ഉയരുന്നു എങ്കിൽ കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ മക്കളായ ദൈവത്തിന്റെ മക്കൾക്ക് പ്രതികൂലം ഉയരുന്നു എങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങളെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ട്. അവൻ നിങ്ങളിൽ വാഴുന്നു, അത് നിന്നെ നടത്തുന്നു. ആ പ്രതികൂലം നിന്റെ അടുക്കലേക്ക് വന്നതല്ല, ശത്രു നിന്റെ അടുക്കലേക്ക് വന്നതല്ല, പകരം ശത്രുവിന്റെ പാളയത്തിലേക്ക്. ശത്രു നിന്റെ അടുക്കലേക്ക് വന്നതല്ല, പകരം ശത്രുവിന്റെ പാളയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവശക്തി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മകനായ നിന്നെ പരിശുദ്ധാത്മാവ് നടത്തുകയാ. അല്ലേ, പടക്കൂട്ടത്തെ കണ്ട് തിരിഞ്ഞു ഓടാനല്ല, പകരം പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ. ശത്രുവിന്റെ തന്ത്രങ്ങളും ശത്രുവിന്റെ പദ്ധതികളും ശത്രുവിന്റെ ബലവും കണ്ട് തിരിഞ്ഞു ഓടാനല്ല, പകരം ശത്രുവിനെ കണ്ട് അവന്റെ പടക്കൂട്ടത്തെ കണ്ട് അതിനു നേരെ പാഞ്ഞു ചെല്ലാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും താൻ ദൈവമാണ് എന്ന് തെളിയിക്കുന്നതിലാണ് അവൻ മഹത്വം എടുക്കുന്നത്. അതിനാണ് അവൻ മഹത്വം കാണുന്നത്. ഹല്ലേലൂയ. ബലഹീനമായ ഇടങ്ങളിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജയിച്ചേ, എന്റെ പൈതലിനെ ഞാൻ ജയിപ്പിച്ചേ എന്ന് പറഞ്ഞ് താൽക്കാലികമായ ഒരു വിജയമോ താൽക്കാലികമായ ഒരു സന്തോഷമോ താൽക്കാലികമായ ഒരു സമാധാനമോ ദൈവത്തിന്റെ മക്കൾക്ക് തരാനോ അല്ലെങ്കിൽ കൊടുക്കുവാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ശത്രുവിന്റെ പാളയത്തിലേക്ക് അവൻ നിന്നെ നടത്തും. ശത്രുവിരിക്കുന്ന പാളയത്തിലേക്ക് അവൻ നിന്നെ നടത്തും. അവന്റെ പാളയത്തിനകത്ത് കയറ്റി അവന്റെ സകല പദ്ധതികളെയും പൊളിച്ച് ശത്രു ഇരിക്കുന്ന ഇടത്ത് നിന്നെ കൊണ്ടുപോയി ശത്രുവിന്റെ സകല പദ്ധതികളെയും പൊളിച്ച് വിജയത്തോടെ വിജയിച്ചവനായി നിറഞ്ഞവനായി ശക്തിയുള്ളവനായി മടക്കി വരുത്തുവാൻ ദൈവ പൈതലെ നിന്നെ കുറിച്ച് സ്വർഗം പദ്ധതിയിട്ടിരിക്കുന്നു. ശത്രു നിന്റെ മുന്നിൽ ഒരുക്കുന്ന പദ്ധതികളും പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഒന്നും കണ്ടിട്ട് നീ ഭയപ്പെടരുത്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞിരിക്കുന്നേ, ഭയപ്പെടേണ്ട കുഞ്ഞേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ശത്രുവിന്റെ ബലം കാണുമ്പോ ദൈവ പൈതലെ നീ പറയേണ്ടത്, ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. പിന്തിരിഞ്ഞു ഓടുമെന്നല്ല, നിലവിളിക്കുമെന്നല്ല, പരാജയം സമ്മതിക്കണമെന്നല്ല, ഈ പടക്കൂട്ടത്തിന് നേരെ എന്റെ ദൈവത്താൽ ഞാൻ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ, ആമേൻ. പ്രാരംഭത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു,
ശത്രു നിന്റെ മുന്നിൽ തോൽക്കാൻ പോവുക. എന്താണോ നിന്നെ ഭയപ്പെടുത്തുന്നേ, എന്താണോ നിന്നെ ഇതുവരെ തകർത്തുകൊണ്ടിരുന്നേ, എന്താണോ നിന്നെ പ്രതികൂലങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരുന്നേ, ഇന്ന് ആ ദുഷ്ട പദ്ധതികളെ സ്വർഗം പൊളിച്ചടുക്കുന്ന ദിനമാ. വിജയം നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ദിനമാ. ഓ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചന ശബ്ദം വിളിച്ചു പറയുകയാ, വിജയം നിനക്കുള്ളത്. ഹല്ലേലൂയ. വിജയം നിനക്കുള്ളത്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, വിജയം നിനക്കുള്ളത്, വിജയം നിനക്കുള്ളത്. ശത്രു തോൽക്കും, വിജയം നിനക്കുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, വിജയം എനിക്കുള്ളത്, വിജയം എനിക്കുള്ളത്. പരാജയം എന്നെ തൊടുകയില്ല, പരാജയത്തെ ഞാൻ തൊടുകയില്ല, പരാജയം എന്നെ തൊടുകയില്ല. പരാജയത്തെ ഞാൻ കാണുകയില്ല, പരാജയം എന്നെ കാണുകയില്ല. ഞാനായിരിക്കുന്ന 7 അയലത്ത് പരാജയത്തിന് ഇരിക്കാൻ കഴിയല. ഹല്ലേലൂയ. ഇന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു പറയുകയാ, നിങ്ങൾ വിജയം തന്നെ പ്രാപിക്കും, നിങ്ങൾ വിജയം തന്നെ പ്രാപിക്കും, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം തന്നെ പ്രാപിക്കും. ആമേൻ. പിശാചവനെ 1-2 ദിവസമല്ല കേട്ടോ, 1-2 ദിവസമല്ല. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവിന് വേണമെങ്കിൽ ചിലരുടെ ഒരു വിചാരമുണ്ട്, കർത്താവിനെ അറിഞ്ഞതല്ലേ ഇനി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സുഖങ്ങളും ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷവും മാത്രമേ വരൂ. ഹല്ലേലൂയ. സാഹചര്യത്തിൽ സന്തോഷിക്കാനല്ല ദൈവം വിളിച്ചേ. നിന്റെ മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ സന്തോഷിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ. ആ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിവുള്ളവൻ നിന്നിലുണ്ട് എന്ന വിശ്വാസത്തിലാണ് നീ സന്തോഷിക്കണ്ടേ. ഒന്നുകൂടെ പറയാം, ഈ മുന്നിൽ കാണുന്ന സാഹചര്യത്തിലല്ല നീ സന്തോഷിക്കണ്ടേ. സാഹചര്യത്തിൽ സന്തോഷിക്കാൻ നിൽക്കുന്നവൻ പിന്മാറ്റത്തിലേക്ക് പോകും. അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവനല്ല, ക്രിസ്തു അവനെയും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഏത് സാഹചര്യം വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി എഴുന്നേറ്റാലും, ആ പ്രതികൂലത്തിന്റെ നടുവിലൂടെ, ആ പ്രതികൂല സാഹചര്യത്തിലൂടെ നിന്നെ നടത്താൻ, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ നിന്നെ നടത്താൻ, തീച്ചൂളയുടെ നടുവിലൂടെ നിന്നെ കരം പിടിച്ച് നടത്താൻ, സിംഹത്തിന്റെ കുഴിയിൽ നിന്നെ നിർത്താൻ, ഏത് പെരുവെള്ളത്തിന്റെ സാഹചര്യമായാലും, ഏത് കൊടുങ്കാറ്റിന്റെ സാഹചര്യമായാലും, ഏത് തിരമാലയുടെ സാഹചര്യമായാലും, ഏത് കടൽക്ഷോഭത്തിന്റെ സാഹചര്യമായാലും, ആ സാഹചര്യത്തിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ ശക്തനായവൻ നിന്റെ കൂടെ ഉണ്ട് എന്ന ബലത്തിലാണ് നീ സന്തോഷിക്കണ്ടേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം പിശാചേ ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, സാഹചര്യത്തിൽ സന്തോഷിക്കാനല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ചേ. സാഹചര്യം പ്രതികൂലമായിരിക്കും, ആരാധിക്കാൻ സാഹചര്യമില്ലാത്ത ഭവനമായിരിക്കും, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ദേശമായിരിക്കും. ഹല്ലേലൂയ. ഒരു നന്മയും
നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിൽക്കുന്നത്. പക്ഷേ ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിന്നാലും ഈ സാഹചര്യത്തിന്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും സാധ്യതകളെയും അസാധ്യതകളെയും കണ്ടിട്ട് സന്തോഷിക്കാനും സമാധാനിക്കാനുമല്ല, ആശ്വസിക്കാനുമല്ല ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത്. ഏത് അസാധ്യതകളെയും സാധ്യമാക്കി തരുവാൻ, ഏത് പ്രതികൂലത്തെയും അനുകൂല സാഹചര്യമാക്കി തീർക്കുവാൻ കരുത്തനായ, ശക്തനായ, സർവശക്തനായ ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. ഞാൻ ആ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുകയാ. അവന്റെ ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുക. അവൻ എന്നെ അവന്റെ നിഴലിന്റെ മറവിൽ, അവൻ ചിറകിന്റെ നിഴലിന്റെ കീഴിൽ അവൻ എന്നെ മറച്ചു വെച്ചിരിക്കുക എന്ന ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് നേരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത്, നടത്തപ്പെട്ടത് മരുഭൂമിയിലേക്കാണ്. അതെന്താ? നീരുറവയുടെ അരികിലേക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നോ? എടാ, എനിക്ക് എന്താ എന്നെ ഒരു കോടീശ്വരനായ അല്ലെങ്കിൽ എല്ലാ കഴിവുകളുമുള്ള ഒരു വ്യക്തിയായിട്ടോ, ഒരു കോടീശ്വരനായ ഒരു അപ്പനുള്ള അല്ലെങ്കിൽ അപ്പനമ്മമാരുള്ള ഒരു കുടുംബത്തിലോ എന്നെ ജനിപ്പിച്ചുകൂടായിരുന്നു. ഒന്നുകൂടെ പറയാം, കോടീശ്വരന്മാരായ വ്യക്തികളെ, ബുദ്ധിമാന്മാരായ വ്യക്തികളെ, സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന വ്യക്തികളെ ഒന്നിനെയും തെരഞ്ഞെടുക്കാതെ പൊട്ടിയതും ചളുങ്ങിയതും പ്രശ്നമുള്ളതും ദൂഷ്യമുള്ളതും സകല തിന്മകളുമുള്ള എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് ദൈവം അവന്റെ രാജ്യത്തെ എന്തിനാക്കി വെച്ച്? ദൈവത്തിന് നല്ലതിനെ നോക്കി തെരഞ്ഞെടുത്താൽ പോരായിരുന്നു. ഹല്ലേലൂയ. കാരണം ഏത് പൊട്ടിപ്പോയ പാത്രത്തെയും വീണ്ടും മെനഞ്ഞ് തനിക്ക് കൊള്ളാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി മാറ്റാൻ കഴിവുള്ള നല്ല ഒരു കുശവന ഇന്ന് പകലിലും എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത്. ആ നല്ല കുശവന എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഒരിക്കൽ കർത്താവിന്റെ അഭിഷിക്തനെ ഒരു കുശവന്റെ ആലയിലേക്ക് കൊണ്ടുപോയി. കുശവന്റെ ആല അല്ലേ, ആലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ പുള്ളിക്കാരന്റെ ആ യന്ത്രത്തിൽ, ആ ചക്രത്തിൽ ഇരുന്ന് തന്റെ കൈ അതിന്റെ ആ ചക്രത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കളിമൺ പാത്രത്തിന്റെ മുകളിൽ തന്റെ കരം ഇരിക്കുക. പെട്ടെന്ന് ആ കളിമൺ പാത്രം ആ കുശവന്റെ കൈ കൊണ്ട് അങ്ങ് പൊട്ടിപ്പോയി. നല്ല ഒരു പാത്രമായി മെനഞ്ഞിങ്ങനെ വന്നതാ. അപ്പോ കർത്താവിന്റെ അഭിഷിക്തൻ ഇരമ്യാ പ്രവാചകൻ പറയാ, നല്ല പാത്രമാണല്ലോ, സൂപ്പറാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ കുശവന്റെ കയ്യിലിരുന്ന് ആ കളിമൺ പാത്രം അങ്ങ് ഉടഞ്ഞുപോയി. കർത്താവിന്റെ പ്രവാചകൻ പറഞ്ഞു, കഴിഞ്ഞു എന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രവാചകൻ നോക്കി നിൽക്കവേ ആ കുശവൻ അതിനെ അതിലും മനോഹരമായ മറ്റൊരു പാത്രമാക്കി മെനഞ്ഞെടുത്തു. ഹല്ലേലൂയ. കുഞ്ഞേ, നിന്നെ ആര് പൊളിക്കാൻ ശ്രമിച്ചാലും, നിന്നെ ആര് തകർക്കാൻ ശ്രമിച്ചാലും നീ ആയിരിക്കുന്നത് കർത്താവിന്റെ കരങ്ങളിലാ. അവൻ നിന്നെ എവിടെ പൊളിച്ചോ, ഏത് സാഹചര്യത്തിൽ പൊളിച്ചോ, ഏത് അവസ്ഥയിൽ പൊളിച്ചോ, ആ അവസ്ഥയേക്കാൾ, ആ സാഹചര്യത്തെക്കാൾ മനോഹരവും ശ്രേഷ്ഠവുമായ സാഹചര്യത്തിലും മനോഹരവും ശ്രേഷ്ഠവുമായ രൂപത്തിലും സാദൃശ്യത്തിലും അവന് മെനഞ്ഞെടുത്ത് നിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമാക്കി തീർക്കുവാൻ കഴിവുള്ളവനാ. ആ കുശവന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ആ കളിമൺ പാത്രങ്ങൾ ഇന്ന് പകലിൽ കരങ്ങളെ അടിച്ച് കർത്താവിന് നല്ലൊരു സ്തോത്രം ചെയ്ത്, ഞാൻ ആ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന കളിമൺ പാത്രമാ. ആ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഇരിക്കുകയാൽ, ആ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന കളിമൺ പാത്രമാകയാൽ പിശാചേ, നീ എന്നെ എവിടെയൊക്കെ പൊളിക്കാൻ ശ്രമിച്ചാലും, നീ എന്നെ എവിടെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും, നീ പൊളിക്കാൻ ശ്രമിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലുമൊക്കെ അത്യന്തപരമായി മനോഹരമാക്കി തീർക്കുവാൻ എന്റെ നല്ല കുശവന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നല്ലൊരാഹൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ പൊളിക്കാനോ
തകർക്കാനോ പിശാച് എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല. എന്തെല്ലാം തിന്മകൾ കൊണ്ടിട്ട് നിങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും പിശാചെ കഴിയുകയില്ല. കാരണം ഞാൻ ഇരിക്കുന്നത് നല്ല കുശവന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്നത് നല്ല കുശവന്റെ കയ്യിലാണ്. ഞാനായിരിക്കുന്നത് നല്ല കുശവന്റെ കയ്യിലിരിക്കുന്ന നല്ല കളിമൺ പാത്രമാണ്, നല്ല കളിമണ്ണാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്നെ കർത്താവ് മെനഞ്ഞെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയോജനമുള്ള പാത്രമാക്കി സമൂഹം നിന്നെ അംഗീകരിക്കത്തക്ക വിധത്തിൽ. കുറച്ചു മുമ്പ് എന്നെ സ്വീകരിച്ച് കണ്ടില്ലായിരുന്നു. 10,000ങ്ങളുടെ നടുവിൽ നിന്നെ മാനിക്കത്തക്ക വിധത്തിൽ എന്റെ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പകലിൽ നിന്നെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ടാകും. നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ടാകും. നിന്റെ സൈന് വിലയുണ്ടാകും. നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ടാകും. നിന്റെ ഒരു ഒപ്പിന് പോലും വിലയുണ്ടാകും. കർത്താവിന്റെ ആത്മാവ് നിന്നെ നോക്കി അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. നിന്നെ ദൈവം വിലയുള്ളവളാക്കി മാറ്റാൻ പോകും. കരങ്ങളെ തട്ടി നല്ലൊരു ആമേൻ പറഞ്ഞു. ആമേൻ. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരിക്കലൊരു പരീക്ഷണം വന്നു, എന്നിട്ട് അങ്ങ് പോയി എന്നല്ല, ഒരു ദിവസം വന്ന് എന്തോ എന്ന് കാണിച്ചു, പോയി എന്നല്ല എഴുതിയിരിക്കുന്ന 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതിന് താഴോട്ട് എഴുതിയിരിക്കുന്ന പദം, ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഉപവാസത്തിലായിരുന്നു, ഉപവസിക്കുകയായിരുന്നു. ഉപവാസം എന്ന് പറഞ്ഞാൽ ചേർന്ന് വസിക്കുക, ദൈവത്തോട് ചേർന്ന് വസിക്കുകയായിരുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു എന്ന് തിരുവചനം പറയുകയാൽ കർത്താവ് അവന്റെ വചനത്തിൽ, അവന്റെ വാക്കിൽ ജീവിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഞാനത് താഴോട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. ആ ദിവസങ്ങളിൽ കർത്താവ് ഒന്നും ഭക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ, ഈ 40 ദിവസത്തെ പരീക്ഷണം കഴിഞ്ഞപ്പോ അവന് വിശന്നു. ആ സമയം അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. കർത്താവിനോട് പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണേൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പിശാചിനൊന്ന് മനസ്സിലായി, ഇവൻ ഇപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ടാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാകയാൽ കർത്താവ് ഒഴിഞ്ഞവനല്ല, നിറഞ്ഞവനാ. അതിനാൽ വിശപ്പ് തോന്നിയില്ല. ഹല്ലേലൂയ. വയറ് കാലിയാകുമ്പോഴാണ് നമുക്ക് ആഹാരം കഴിക്കണമെന്ന് തോന്നിയത്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നിറഞ്ഞിരിക്കയാൽ അവൻ എല്ലാ മേഖലയിലും കർത്താവിന് നിറവുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായാൽ നിനക്ക് ആത്മീയമായി മാത്രമല്ല നിനക്ക് നിറവുണ്ടാകുന്നേ, ഭൗതികമായും നിനക്ക് നിറവുണ്ടാകും, ശാരീരികമായും നിറവുണ്ടാകും, ഫിസിക്കലി നിറവുണ്ടാകും, സ്പിരിച്വലി നിറവുണ്ടാകും, മെന്റലി നിറവുണ്ടാകും. ഹല്ലേലൂയ. അപ്പോ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നവനാകയാൽ കർത്താവിന് വിശപ്പ് തോന്നിയില്ല. 40 ദിവസവും 40 രാവും 40 പകലും പിശാച് പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ പരീക്ഷണം തീർന്നു കഴിഞ്ഞപ്പോ
പരീക്ഷണം തീർന്നു കഴിഞ്ഞപ്പോ, ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ഈ 40 ദിവസവും പുള്ളിക്കാരനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ 40 ദിവസവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തോട് ചേർന്നിരുന്ന സമയത്ത് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ ഉപവാസം കഴിഞ്ഞതിന് ശേഷമല്ല പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ ചെന്നേ. ഈ ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവ് നിറഞ്ഞവനായി ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയത്തും പിശാച് പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, നീ ദൈവത്തെ അറിഞ്ഞു എന്ന് വിചാരിച്ച് പിശാച് നിന്നെ വിട്ടുമാറുകയില്ല. അപ്പോഴും നിന്നെ പരീക്ഷിച്ചു കൊണ്ടേ അവനിരിക്കും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ നോട്ടം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറഞ്ഞേ, കരങ്ങളെ അടിച്ച് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പറയുന്ന തിരുവചനം ഇന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റിമറിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ 40 ദിവസം കർത്താവിനെ പിശാച് പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തോട് ചേർന്നിരുന്നപ്പോഴും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇനി 40 ദിവസം ഉപവാസം കഴിഞ്ഞു. അപ്പൊ പിശാച് വിചാരിച്ചു, ഈ 40 ദിവസം കർത്താവിനോട് ചേർന്ന് ദൈവത്തോട് ചേർന്നിരുന്ന യേശു ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉള്ളതിനാൽ ഇവൻ പിശാചിന്റെ പരീക്ഷണങ്ങളെ ജയിച്ചു. പിശാചിന് കർത്താവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ 40 ദിവസവും പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ 40 ദിവസവും കർത്താവ് ഉപവാസത്തിലായിരുന്നു, കൂടെ വസിക്കുകയായിരുന്നു സർവശക്തനായ ദൈവത്തോടൊപ്പം. ആ സമയങ്ങളിൽ കർത്താവ് ഒന്നും ഭക്ഷിച്ചതുമില്ല. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാകയാൽ അവൻ എല്ലാ മേഖലയിലും അവൻ നിറവ് അനുഭവിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് വിശപ്പ് തോന്നിയില്ല, ശൂന്യത തോന്നിയില്ല. കാരണം എവിടെയാണോ ബലഹീനത, ആ ബലഹീനതയിലെല്ലാം സർവശക്തനായ ദൈവത്തിന്റെ അമിത ബലം തികഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പൊ 40 ദിവസവും പരീക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 40 ദിവസം കഴിഞ്ഞപ്പോ ഉപവാസം നിർത്തി. പരീക്ഷകൻ അങ്ങ് അടുത്ത് ചെന്നു. ഇത്ര നാളും ദൈവം കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഉപവാസം കഴിഞ്ഞതിന് ശേഷം പോയെന്ന് പരീക്ഷിച്ചു നോക്കാം. ഇപ്പൊ കർത്താവിനോട് ചേർന്നല്ലോ ഉപവാസമൊക്കെ വിട്ടു, ആഹാരമൊക്കെ കഴിക്കാൻ ഉള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ആയി കഴിക്കാനുള്ള തീരുമാനമൊക്കെയാണ്. എന്നാലൊന്ന് പരീക്ഷിക്കളയാന്ന് വിചാരിച്ചു. അടുത്ത് ചെന്നു. അതുവരെയും പരീക്ഷിച്ചു കൊണ്ടിരുന്നു, അകലെ നിന്ന് പരീക്ഷിച്ചു കൊണ്ടിരുന്നു. കാരണം അടുത്തോട്ട് ചെന്ന് പരീക്ഷിക്കാൻ കഴിയത്തില്ലായിരുന്നു. കാര്യം എന്താ? 40 ദിവസവും 40 പകലും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് വസിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അടുത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല, പകരം ദൂരെ നിന്ന് തന്ത്രങ്ങളിലൂടെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോ ആ സാന്നിധ്യത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ കൃപയിൽ നിന്നും, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്നും, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പിശാച് അങ്ങ് അടുത്ത് ചെന്നു. അതിൽ നിന്ന് മറ്റൊരു ദൂതോടെ പറയാം, നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ പിശാച് നിന്നോട് ചേരുകയല്ല. ദൈവത്തിൽ നിന്ന് നീ അകന്നാൽ പിശാച് നിന്റെ അടുക്കൽ വരും. ഇന്ന് ആരുടെയെങ്കിലും അടുക്കൽ പിശാച് വരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നീ ദൈവത്തിൽ നിന്നും അകന്നു. ദൈവസഭയെ നോക്കി ഞാൻ നിങ്ങളോട് ഒരു പ്രവചന ശബ്ദമായി പറയാം. പിശാച് ദൈവത്തോട് നിങ്ങൾ അകന്നാൽ അടുത്ത് വരും. പക്ഷേ ദൈവത്തോട് നിങ്ങൾ ചേർന്നാൽ പിശാച് ദൂരെ മാറി നിൽക്കും. അവൻ വാതിക്കൽ കിടക്കത്തേ ഉള്ളൂ, അടുത്ത് വരികയില്ല, അകത്ത് കയറുകയില്ല. അപ്പോ ഈ 40 ദിവസവും നടക്കാത്ത കാര്യം നടക്കുമെന്ന് വിചാരിച്ച് പിശാച് ഇപ്പൊ അടുത്ത് ചെന്നു.
ഇനി ഞാനൊന്നുകൂടെ പറയാം. ഈ 40 ദിവസവും മനഞ്ഞൊന്നേ 40 ദിവസവും യേശുവിന്റെ കരം പിടിച്ചിരിക്കുന്നത് ദൈവമാണ്. യേശുവിന്റെ കരം പിടിച്ച് നടത്തുന്നത് ദൈവമാണ്. ഈ 40 ദിവസവും കരത്തിലിരിക്കുക, പിടിച്ചിട്ടുണ്ട്. ഇത് ഏത് ഒരുവന്റെ ജീവിതത്തിലും, ഏതൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. ദൈവം അവനെ പിടിച്ച് നടത്തുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങളെ പ്രതികൂലങ്ങൾ തൊടുകയില്ല. പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് നേരെ ദൃഷ്ടി പതിക്കുന്നുണ്ടാകാം, പക്ഷേ ആ ദൃഷ്ടി മാത്രമേ പതിയത്തുള്ളൂ. അവന്റെ കരം നിങ്ങളെ തൊടാൻ കഴിയില്ല. അവന്റെ കരത്തിന് നിങ്ങളെ തൊടാൻ കഴിയില്ല. അവന് നിങ്ങളുടെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പക്ഷേ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇനി അടുത്ത ഒന്നാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന മറ്റൊരു സംഗതി. ദൈവം കൂടെ നടക്കുമ്പോൾ ശരിയാ, ഭയങ്കര ശുശ്രൂഷയാ, ഭയങ്കര പ്രസംഗമാ, എവിടെ വേണമെങ്കിലും പോവും, എന്ത് വേണമെങ്കിലും ചെയ്യും, ഒരു പ്രതികൂലം വന്നാലും തളരുകയില്ല. പക്ഷേ ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട കർത്താവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ചേർന്നിരിക്കുന്ന അവസ്ഥ കഴിഞ്ഞിട്ട് കർത്താവ് മാറി നിന്ന ഒരു സമയം, അല്ലെങ്കിൽ കൈവിട്ട് മാറി നിന്ന് അവനെ തനിച്ച് നിർത്തിയ സമയം. ഈ സമയത്ത് പിശാച് അടുക്കൽ ചെന്നു. കർത്താവിനെ അറിഞ്ഞ ആദ്യത്തെ സമയങ്ങളിൽ കുറച്ച് നാള്, 4-5 വർഷമൊക്കെ, അല്ലെ കുറച്ച് വർഷങ്ങൾ കർത്താവ് നമ്മളെ വഴി നടത്തും. ആ സമയത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാണുകയില്ല. നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. തിന്മയിലേക്ക് പോകാനുള്ള വഴികളൊന്നും തുറക്കുകയില്ല. പക്ഷേ ദൈവം നമ്മളെ ഇങ്ങനെ കൈവിട്ട് തന്നെ നടത്തുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്താണ് നമ്മുടെ വിശ്വസ്തത ദൈവത്തിന്റെ സന്നിധിയിൽ നാം തെളിയിക്കേണ്ടത്. കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ചു. പിശാച് ദൂരം നിന്നതേ ഉള്ളൂ, അടുത്ത് ചെന്നില്ല. ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രതികൂലവും ഇല്ലായിരുന്നു, ഒരു പരീക്ഷണവും ഇല്ലായിരുന്നു. ഇനി വന്ന പ്രതികൂലങ്ങളോ പരീക്ഷണങ്ങളോ എന്ത് തന്നെ വന്നാൽ തന്നെയും അതൊന്നും കർത്താവിനെ തൊട്ടിരുന്നില്ല. കർത്താവിന് ഡയറക്റ്റ് ആയിട്ട് അതിനോട് പൊരുതേണ്ടി വന്നില്ല. ആ പ്രതികൂലത്തോട് പ്രതികരിക്കേണ്ടി വന്നില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ ആ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സ്വതന്ത്രനായി പുറത്തേക്ക് ഇറങ്ങിയ ദിവസം, 40ാമത്തെ ദിവസം പിശാച് അടുക്കൽ ചെന്നു. ഇനിയാണ് ഇപ്പൊ ആര് കൂടെയില്ല, ഇപ്പൊ ആരോട് ചേർന്നല്ല ഇരിക്കുന്നേ, ദൈവത്തോട് ചേർന്നല്ല, ഉപവസിക്കുവല്ല, ഉപവാസം കഴിഞ്ഞു. ഈ ഉപവസിച്ചത് ദൈവത്തോടൊപ്പമാണ്, അല്ലെങ്കിൽ ഇത്രയും നാളും ഉപവസിച്ചത് കൊണ്ട് തനിക്കൊരു പ്രയോജനം കിട്ടി, താൻ ആത്മീയമായി വളർന്നു, ബലപ്പെട്ടു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ അത് ശരിയാണോ എന്ന് ദൈവത്തിന് അറിയേണ്ട ഒരു സമയമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ആ ഒരു സമയമാണ്. ദൈവം നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിച്ചു. പക്ഷേ ആ സമയങ്ങളിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുക, ചില സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഈ പ്രതികൂലം നിങ്ങളെ പൂർണ്ണമായും വിട്ടുമാറുന്നില്ല. പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രതികൂലത്തിലും പ്രശ്നത്തിലും വീണു പോകുമോ എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കിയ പലരും വീണിട്ടുണ്ട്. ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു പരീക്ഷണത്തിന്റെ സമയം. ആദ്യത്തെ പരീക്ഷണം പിശാചായിരുന്നു. രണ്ടാമത് ദൈവം നമ്മെ പരീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്.
40 ദിവസം കഴിഞ്ഞപ്പോൾ പിശാച് കർത്താവിന്റെ അടുക്കൽ വന്നു. ഇത്രയും നാളും എൻ്റെ കൂടെ ചേർന്നിരുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ദൈവത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും നാളും സഭയിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. പലരും പിന്മാറ്റത്തിലേക്ക് പോകുന്ന സാഹചര്യം അതാ. ഇന്ന് ദൈവത്തിന്റെ മക്കളായ നമ്മൾ ആ ഒരു ദൈവിക പദ്ധതിയെയും നമ്മുടെ മുന്നിൽ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെയും ഇന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞില്ലേൽ പല നന്മകളും വിട്ട് നമ്മൾ പോകും. ദൈവത്തിന്റെ പദ്ധതികളെ നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പല നന്മകളും നമുക്ക് നഷ്ടമാകും. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പല തിന്മകളിലും ഞാൻ നിങ്ങളും അകപ്പെടും. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ പദ്ധതികളെ നാം തിരിച്ചറിയാതെ പോയാൽ നമുക്ക് നന്മകൾ നഷ്ടമാകും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ നഷ്ടമാകും. പക്ഷെ പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ പല കുഴികളിലും ഞാൻ നിങ്ങൾ വീഴും. ഇവിടെ പരീക്ഷണം കഴിഞ്ഞു, 40 ദിവസം ഉപവാസം കഴിഞ്ഞു. പരീക്ഷകൻ പിശാച് ഇപ്പോൾ അടുത്ത് ചെന്നു. എന്നിട്ട് പിശാച് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് കർത്താവിനോട് സംവാദിക്കുക. പിശാചുമായി മുഖാമുഖം ഒരു എൻകൗണ്ടർ പിശാചുമായി. പിശാച് മുന്നിൽ വന്നു. അതുവരെ തന്ത്രങ്ങളിലൂടെ ആയിരുന്നു, ഇപ്പൊ ദാ മുന്നിൽ അങ്ങ് വെളിപ്പെട്ടു. ഈ സമയമാ പല ദൈവമക്കളും പിന്മാറ്റത്തിൽ പോകുന്നത്. പലരും ദൈവത്തെ ആരാധിക്കാൻ ചെന്നു, സ്നാനപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർക്ക് ഭയങ്കരമായ പ്രതികൂലം. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ പ്രതികൂലങ്ങൾ മുന്നിൽ വന്നപ്പോൾ പലരും പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട്, പലരും പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം കൈവിട്ടതല്ല. ദൈവം നിങ്ങൾ ബലപ്പെട്ടതാണോ ബലപ്പെട്ടതല്ലയോ, എന്നിലുള്ള വിശ്വാസം വലുതാണോ എന്നിലുള്ള വിശ്വാസം ചെറുതാണോ എന്ന് ദൈവത്തിന് എന്നെ നിങ്ങളെ പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് അത് അറിയേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി കയറി പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ ദൈവം വിശ്വസ്തന, ആ ദൈവത്തിന്റെ അടുക്കൽ ഞാനും നിങ്ങളും വിശ്വസ്തരാണ് എന്ന് തെളിയിക്കേണ്ട ഒരവസരമാണ് ആ പ്രതികൂലത്തിന്റെ സാഹചര്യം. ഹല്ലേലൂയ. തെളിയിക്കേണ്ട സാഹചര്യമാണ് ആ പ്രതികൂലത്തിന്റെ സാഹചര്യം. കർത്താവിന്റെ അടുക്കൽ പിശാചി ചെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന് ഇപ്പൊ എന്നാ ഉണ്ട്? നല്ല വിശപ്പുണ്ട്. കർത്താവിനോട് പറയാ, നീ ദൈവപുത്രനാണെങ്കിൽ, നീ ഇത്രയും നാളും ദൈവത്തോട് ചേർന്നിരുന്നതല്ലേ, നീ അവന്റെ മകനായതല്ലേ, ഇത്രയും നാളും നീ കൂടെ നടന്നതല്ലേ, ആ ദൈവം നിന്നോടും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ നീ ഇപ്പൊ തനിച്ച. ഇനി നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. അത്രയും 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ ആ പരീക്ഷ ഞാൻ നിങ്ങൾ കാണുകയാണ്. കർത്താവിനെ പരീക്ഷിക്കുന്ന കർത്താവ് നേരിട്ട് കാണുകയാണ്. ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അടുത്ത പദം, യേശു അവനോട്. ഇവിടെയാണ് ഞാൻ നിങ്ങളെ ജയിക്കേണ്ടത്. പിശാച് കൊണ്ടുവരുന്ന പല പദ്ധതികളുണ്ട്. നീ ദൈവത്തിനാണെങ്കിൽ, നീ വിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ അറിഞ്ഞ എനിക്ക് നിങ്ങൾക്ക്, അതിനൊരു ഉദാഹരണം പറയും. ദൈവത്തെ അറിഞ്ഞ എനിക്ക് നിങ്ങൾക്കും നാവിന് അധികാരമുണ്ട് എന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? മക്കളെ, നിങ്ങൾ സ്നാനപ്പെട്ടാണോ? ആണോ? ഇപ്പൊ ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരുന്നോ? ആരാധനയ്ക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടായിരുന്നു? ഇപ്പൊ പോകുന്നുണ്ടായിരുന്നു? ഈ അടുത്തിടയ്ക്കാണ് പോകുന്നത്. ഇപ്പൊ എത്ര നാളായി പോയിട്ട്? കുറെ കാലമായി. അങ്ങോട്ട് പേരെന്താ? ദേവിക. അങ്ങോട്ട് ഇതിനാരാ പാടുന്നത്? രണ്ടുപേരും പാടുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കഴിഞ്ഞ പ്രാവശ്യം വേറെ സിസ്റ്റർ വന്നായിരുന്നല്ലോ. ആണോ? അമ്മയോട് പോയി. ഞായറാഴ്ച ജോലിയുണ്ട്, അടുത്താഴ്ച വരും. മുടക്കല്ലേ കേട്ടോ, സഭ ആരാധന മുടക്കല്ലേ കേട്ടോ. കർത്താവിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്, നിങ്ങൾ രണ്ടിനെ കുറിച്ച്. ഞാൻ ഇവളോട് ദൂത് പറഞ്ഞത് ഇവൾക്ക് മാത്രമായിട്ടല്ല, അത് ചിലത് നിന്നെയും തൊടും. ഹല്ലേലൂയ. ചില ദിവസം ചിലരെ നോക്കി ദൂത് പറയും.
അത് അന്ന് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദിവസമായിരിക്കും. പക്ഷേ എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ ദിവസം ഇല്ല എന്നല്ല, അടുത്ത ഒരു ദിവസം ഒരുപക്ഷെ അതിനേക്കാൾ വലിയതായിരിക്കും നിനക്ക് വെളിപ്പെടുത്തുന്നത്. ആമേൻ. അപ്പോ കർത്താവിന്റെ സന്നിധി, കർത്താവിന്റെ അടുക്കൽ ഇപ്പൊ ആരുണ്ട്? പിശാചുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമക്കൾക്ക് നാവിനൊരു അധികാരമുണ്ട്. പലപ്പോഴും പിശാചും എന്ന് പറയും, അല്ലെങ്കിൽ പിശാചിനോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾ എന്ന് പറയടാ, നീ പറഞ്ഞാലേ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുക, അതുകൊണ്ട് ഒന്ന് പറയാമോ പാസ്റ്റർ? ചില ആൾക്കാര് ഈ എന്തെങ്കിലുമൊക്കെ അന്യായമായിട്ട് സമ്പാദിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പൊ അത് അവർക്ക് നഷ്ടമായി പോകരുത്. അന്യായമായി കൊണ്ടുവരുന്നത്, യോഗ്യതയില്ലാതെ ലഭിക്കുന്നത് അവർക്ക് നഷ്ടമായി പോകരുത്. വന്നിട്ട് പറയും, പക്ഷേ ഇത് എനിക്ക് നഷ്ടമായി പോകാതിരിക്കാമെന്ന് ഒന്ന് പ്രാർത്ഥിക്കൂ. ഈ സ്വത്ത് വക ഇത് എന്റേതല്ല. ഇവിടെ ഒരിക്കൽ ഒരു സഹോദരി വന്നായിരുന്നു. എത്ര പേർക്ക് അറിയാം? ഇവിടെ ഒരു സഹോദരി വന്നായിരുന്നു. അവരൊരു വസ്തുവിന്റെ കാര്യമായി ഇവിടെ ഒരു പ്രമാണവും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ വന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, പക്ഷേ ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ഇത് എനിക്ക് നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർ കാര്യം എന്നതാന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ അവരോട് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത്, എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാനത് അവർക്കത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കത് ലഭിക്കുമായിരുന്നു. പകരം ഞാനും കുറ്റക്കാരനാവും. കാരണം അത് ദൈവഹിതമല്ലാത്ത സ്വത്ത് വകകളായിരുന്നു. അതിന്റെ അനന്തര അവകാശി, ആ വീടിന്റെയും വസ്തുവിന്റെയും അനന്തര അവകാശി വർഷങ്ങൾ കൊണ്ട് വാടകയ്ക്ക് കിടക്കുക ലോഡ്ജുകളിൽ. ഓരോ ലോഡ്ജുകളിലും മാറി മാറി ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകന്റേതായിരുന്നു ഇത്. ഒരു മകനും മകളുണ്ടല്ലേ. ആ മകന് താമസിക്കാൻ ഒരു ഇടമില്ലാതെ, കരുതാൻ ആരുമില്ലാതെ. കാരണം അപ്പനും മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. അമ്മ മരിച്ചപ്പോഴാണ് അപ്പൻ രണ്ടാമത് വേറൊരു വിവാഹം കഴിച്ചത്. അത് ലീഗലി അല്ല, ഇല്ലീഗലി. ഇദ്ദേഹം ഇവരുടെ കൂടെ നിൽക്കവേ തന്നെ ആ അപ്പൻ മരിച്ചുപോയി. പിന്നെ ഈ കുഞ്ഞിനെയും ചവിട്ടി പുറത്താക്കി ഇവരൊറ്റയ്ക്ക് ഇത് അനുഭവിക്കാൻ നിൽക്കുക. അങ്ങനെ ഒരു സഹോദരി ഇവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇത് ഒരിക്കലും നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആദ്യം സംഗതി മനസ്സിലായില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ നഷ്ടമാവുകയില്ല എന്ന് പറയാൻ വന്നു എങ്കിലും പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. ബ്രദർ പറയുന്നു, ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും തലയെ കൈവച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നിങ്ങളുടെ എന്തോ അവകാശങ്ങൾ മറ്റെവിടെയോ ഇരിപ്പുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. നല്ലൊരു സ്തോത്രം പറഞ്ഞ്, നല്ലൊരു ആമേൻ പറഞ്ഞ്. പിശാച് നിങ്ങളുടെ ഹൃദയത്തെ തൊടരുത്. പിശാച് തെറ്റായ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടിടും, തെറ്റായ ആലോചനകൾ കൊണ്ടിടും. അതിൽ നിങ്ങൾ വീണു പോകരുത്. പിശാച് കള്ളം പറയുന്നവനും കള്ളം പറയുന്നവന്റെ അപ്പനുമാണ്. അവൻ സംശയങ്ങളെയും തെറ്റിദ്ധാരണകളെയും കൊണ്ടിടുന്നവനും അവൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവനാ. അവൻ ആദ്യം മുതലേ കൊലപാതകിയാ. കരങ്ങളെ തട്ടി നല്ലൊരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. റിഖമന ശംധേരിയ. കഴിഞ്ഞ ദിവസം ഈ കുറെ ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ചിലരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് കർത്താവ് വെളിപ്പെടുത്തും. ചിലരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് കർത്താവ് വെളിപ്പെടുത്തും. ഇന്ന് രാവിലെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചിന്തിച്ചാൽ വെളിപ്പെട്ട് കിട്ടും. കർത്താവിനെ ആ ഒരു കൃപ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഇത് പേടിപ്പിക്കാൻ പറയുമല്ല, ചിന്തകൾ എന്നതാന്ന് സംശയമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. കഴിഞ്ഞ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ മീറ്റിങ്ങിന് ഞാനൊരു സഭയിൽ പോയായിരുന്നു. അവിടെ എന്നെ കുറിച്ച് തെറ്റായി ചിന്തിച്ച ഒരു സ്ത്രീയെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് തെറ്റായി ചിന്തിച്ചില്ലെന്ന് ചോദിച്ചു. അവരെ വിളിച്ചു. നിങ്ങളെ കർത്താവ് തൊടുന്നു പറഞ്ഞു. വിളിച്ചു, ഇനി വരാൻ പറഞ്ഞു. ഇനി അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചില തെറ്റായ ചിന്തകളിലല്ലയോ നിങ്ങൾ അവിടെ ഇരുന്നേന്ന് ചോദിച്ചു. അവർ കരഞ്ഞു, ചെറുതായിട്ട് കരഞ്ഞു. അടുത്ത് ഞാൻ ചോദിച്ചു, അത് എന്നെ കുറിച്ചല്ലേ ചിന്തിച്ചെന്ന്. മോശമായി ചിന്തിച്ചു, തെറ്റായി ചിന്തിച്ചു. അവരവിടെ നിന്ന് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞു. ആ വീഡിയോ ഞാൻ ഇട്ടുതരാം, ഞാൻ കട്ട് ചെയ്ത് ഇട്ടുതരാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്
ചിന്തകളെ അറിയും, നിലവുകളെ അറിയും, കനവുകളെ അറിയും, ശരീരത്തെ വേർതിരിക്കും. നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ആ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്ന് ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്ന അഭിമാനത്തോടെ ഒന്ന് കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞു. ആമേൻ. ഇത് പാസ്റ്റർ മാത്രമല്ല, കൃപയല്ല, ഇത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നേ? ഓക്കെ, ബ്ലെസ് യു, താങ്ക് യു. അപ്പോൾ അവരെന്നോടൊന്ന് പറഞ്ഞു, സിസ്റ്ററെ, അല്ല പാസ്റ്റേ, ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് നഷ്ടമായി പോകരുതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. അവർ ഇതുകൊണ്ട് ചെന്ന് ഇവർ കേസിന് പോയി, കോടതിയിൽ കേസ് പറഞ്ഞു, വർഷങ്ങളോളം കേസ് പറഞ്ഞു. ഈ വർഷങ്ങളോളം ഈ മകൻ ലോഡ്ജ് മുറികളിൽ താമസിച്ചു. നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഒരു സഹോദരൻ ഒരിക്കൽ ബസ്സിൽ വെച്ച് ഈ പുള്ളിക്കാരനെ കണ്ടു. ആ പുള്ളിക്കാരൻ്റെ അവസ്ഥ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. തിരക്കപ്പെടാൻ അറിയുന്നേ, ഇന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ വീട്. അവിടെ പുള്ളിക്കാരന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു. അപ്പനും അമ്മയും മരിച്ചുപോയി. താനിപ്പോൾ ആരുമില്ല, ഇപ്പോൾ ലോഡ്ജുകളിൽ താമസിക്കുകയാണ്. തൻ്റെ ഭവനം വേറൊരാൾ കയ്യേറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവരിപ്പോഴും അവിടെ താമസിക്കുക. അവരവിടെ, അവർക്കൊരു ദൈവം ഒരു നീതി അതിൻ്റെ മുകളിൽ ചെയ്യുമായിരുന്നു. ആ സ്ത്രീയുടെ മുകളിൽ ദൈവത്തിന്റെ ഒരു നീതിയുടെ കരം നിശ്ചയമായും വെളിപ്പെടുമായിരുന്നു. പക്ഷേ അവിടെയും അവർ പാപം ചെയ്തു. ഈ സഭയ്ക്കും എനിക്കും വിരോധമായി ഇവർ അപവാദം പറഞ്ഞു വരുത്തി. നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങളിൽ പോയി അവർ വേറെ ഒരു കൂട്ടായ്മയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഉള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. എന്നെക്കുറിച്ചും ഇവിടെയുള്ള ഇപ്പോ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു മകനെ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇവിടെ കയറ്റി നിർത്തിയപ്പോൾ അതിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററിന് വിവേകമില്ല, പാസ്റ്ററിന് എന്തോ ഇല്ലെന്ന് പരിജ്ഞാനമില്ല, കാണുന്നവരെ എല്ലാവരെയും വിളിച്ച്, ദൈവ നിയോഗമില്ലാത്തവരെ എല്ലാവരെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റുമാണ്. അടുത്ത പാപം ചെയ്തു. ഇതിനെല്ലാം കൂടെ കർത്താവ് അങ്ങ് പ്രതികാരം ചെയ്തു. ഇപ്പോ ഇവിടെ ഈ നാട്ടിലേ ഇല്ല, സകലതും നഷ്ടമായി. ഇപ്പോ അവർ ജനിച്ച സ്ഥലത്ത് ആരോരും അവിടെ അവർക്കൊന്നുമില്ല. പക്ഷെ ബന്ധുക്കളെയൊക്കെ ആശ്രയിച്ച് ഇപ്പൊ കഴിയുക. സ്തോത്രം പറഞ്ഞു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാവിനെ ഉപയോഗിച്ച് നമ്മൾ പാപം ചെയ്യാതിരിക്കുക. ആരെങ്കിലുമൊക്കെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സഹോദരി എൻ്റെ ഒരു സഹോദരി എന്ന് പറഞ്ഞ ഒരു അമ്മാമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു. എനിക്ക് ഓർഡിനേഷൻ കിട്ടിയ ആ സമയത്ത്, ഞാൻ പാസ്റ്ററൽ ഓർഡിനേഷൻ കിട്ടിയ ആ സമയത്ത് ഒരാഴ്ച അങ്ങോട്ട് ആയതേ ഉള്ളൂ. അപ്പോഴേക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരണം, പാരിതോഷികം പ്രശ്നമല്ല, എത്ര വേണമെങ്കിലും തരാം. എനിക്കാണെങ്കിൽ കടത്തിന് മുകളിൽ കടവുമായിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞാൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ്. അത് എനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. കാരണം രജിസ്ട്രേഷനുള്ള നിയോഗിക്കപ്പെട്ട, അതിന് അധികാരമുള്ള, സർട്ടിഫിക്കറ്റുള്ള ഒരു ദൈവദാസന്റെയും ഒരു ദൈവസഭയുടെയും സർട്ടിഫിക്കറ്റ് അവർക്ക് വേണം. അത് കൊടുത്താൽ എത്ര രൂപ വേണമെങ്കിലും തരും. അവരുടെ ആവശ്യം ലീഗലല്ല, ഇല്ലീഗലായിരുന്നു. കാരണം അവരുടെ മകൾ മറ്റൊരു പുരുഷനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പുരുഷനോടുകൂടെ താമസിക്കേണ്ടതിനാണ് സർട്ടിഫിക്കറ്റ്. ഇനി ആ വേറൊരു പുരുഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയെ ഉപേക്ഷിച്ചിട്ടാണ് വന്ന് ഇവർ ഒന്നിക്കുന്നത്. അപ്പൊ എല്ലാ രീതിയിലും ഇല്ലീഗലാണ്. പക്ഷെ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇവർക്ക് ഗൾഫിൽ ഒരുമിച്ച് ജീവിക്കണം. അതിന് ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, മാരേജ് സർട്ടിഫിക്കറ്റ്. പാരിതോഷികം പ്രശ്നമല്ല. അതിൽ ഒരാളിന് ഏകദേശം 3 ലക്ഷം രൂപ പുറത്ത് ശമ്പളം വീതമുണ്ട്. 2 പേർക്കും 3 ലക്ഷത്തിന് മുകളിൽ ശമ്പളം ഉള്ളവരാണ്. ഒരു മാസത്തെ അവരുടെ ശമ്പളം വേണമെങ്കിലും എനിക്ക് പാരിതോഷികമായി ആ ഒരൊറ്റ സൈന് തരും. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കോടികൾ തരാമെന്ന് പറഞ്ഞാലും, അതിന് എൻ്റെ ഭാര്യ ഇവിടെ അടുത്തിരിപ്പുണ്ട്, അവൾ സാക്ഷിയ, നിങ്ങൾ എത്ര തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഇതിന് സൈൻ തരികയില്ല, ഒപ്പിട്ട് തരികയില്ല, സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. അതേ സാഹചര്യം കർത്താവിന്റെ ജീവിതത്തിലും ഉണ്ടായി. നിങ്ങൾ ദൈവപുത്രൻ ആണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു,
ഈ പിശാച് പറയുന്ന വാക്കിനെ അനുസരിക്കാനല്ല കർത്താവ് നിൽക്കുന്നത്. കർത്താവിന്റെ ജഡത്തിലുള്ള അമ്മ പറഞ്ഞിട്ട് പോലും കർത്താവ് അനുസരിച്ചിട്ടില്ല. സർവശക്തനായ ദൈവം പറഞ്ഞതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്തിട്ടില്ല. മാതാവായ മറിയ ഒരിക്കൽ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പറഞ്ഞു, മോനെ വീഞ്ഞ് തീർന്നു പോയി, നീ എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്റെ നാഴിക എന്ന് പറയുന്നത് കർത്താവിന്റെ സമയമാണ്, ദൈവം പറയുന്ന സമയമാണ്. എനിക്ക് നിങ്ങൾക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഒരു ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതൽ ദൈവത്തിന്റെ വാക്കിന് അനുസരിച്ച് വേണം മുന്നോട്ട് ജീവിക്കുവാൻ. മനുഷ്യർ പറയുന്ന ഇന്ന് നീ ആരാധനയ്ക്ക് പോണ്ട, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ആരൊക്കെ ഇന്ന് വീട്ടിലേക്ക് വരിക, അമ്മച്ചി ഞാൻ അങ്ങോട്ട് വരിക, അപ്പ ഞാൻ അങ്ങോട്ട് വരികയാ, ഇന്ന് പോകരുത്, ഞങ്ങൾ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വരണ്ട, ഇന്ന് എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കാൻ പോകണം, എനിക്ക് എന്റെ ദൈവമാണ് വലുത് എന്ന് പറയാൻ ശീലിക്കണം, എന്ന് പറയാൻ പഠിക്കണം. അതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ചെയ്യേണ്ടത്. അവന് വലുത് അവന്റെ ദൈവമായിരിക്കണം. അല്ലെങ്കിൽ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരുടെ അടക്കം ചെയ്യട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് നിന്നെ വിളിച്ചാൽ നീ കർത്താവിന്റെ വേല ചെയ്യണം. നല്ലൊരു ആമേൻ പറഞ്ഞേ. കാരണം നിന്നെ വിളിച്ചിരിക്കുന്നത് ലോകക്കാരെ പോലെ മരക്കൊമ്പിലും വീടിന്റെ ഉത്തരത്തിലും ഫാനിലും കെട്ടിഞ്ഞാണ് ആടി നടക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ വേലയ്ക്കാണ്. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിനെ നിന്നെ അവന്റെ സാക്ഷി ആക്കി നിർത്തേണ്ടതിന് അവൻ നിന്നെ തന്റെ പ്രാണനെ നിന്നിൽ പകർന്നു തന്ന് നിന്നെ അഭിഷേകം ചെയ്ത് അവന്റെ മകനാക്കി, അവന്റെ മകളാക്കി, അവന്റെ രാജ്യത്താക്കി വെച്ചിരിക്കുക. നിന്നെ വിളിച്ച, നിന്നെ അഭിഷേകം ചെയ്ത, നിന്നെ തെരഞ്ഞെടുത്ത, നിന്നെ മകളാക്കിയ, നിന്നെ മകനാക്കിയ സർവശക്തനായ ദൈവത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഞാൻ പോയി എന്റെ അപ്പനെ അമ്മയെ അടക്കം ചെയ്തിട്ട് വരട്ടെ. കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യും, നീ പോയി കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാ പറയാ, ലോകക്കാരെ അടക്കാനും കെട്ടിഞ്ഞാണ് ചത്തവനെ സംസ്കരിക്കാനും അല്ല കുഞ്ഞെ നിന്നെ വിളിച്ച്. സർവശക്തനായ ദൈവത്തെ ഉയർത്തേണ്ടതിനും അവന്റെ മഹത്വമായി ജീവിക്കേണ്ടതിനും അവന് നിന്നിൽ മഹത്വം എടുക്കേണ്ടതിനുമാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കരങ്ങളെ തട്ടി നല്ലൊരു സ്തോത്രം പറഞ്ഞേ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന തിരുവചനം പറയുന്നത്. അപ്പൊ തൂങ്ങി മരണം ശാപമരണമാ, ദൈവം തള്ളിയവനാ. ഹല്ലേലൂയ. ശപിക്കപ്പെട്ടവന്റെ പിന്നാലെ പോകരുത്. അവനിലെ ശാപം നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും വരുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ദൈവം തള്ളിയതിന്റെ അടുക്കിലേക്ക് നീ പോകരുത്. അവിടുത്തെ ശാപം നിന്നെ തൊടാൻ ഇടയാകരുത്, നിന്റെ തലമുറകളെ തൊടാൻ ഇടയാകരുത്. ഇന്നത്തെ വചനം പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ബാക്കി കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം. ഈ ഇണയില്ല പിണ കൂടരുത്. സഭയാം കുടുംബങ്ങൾ ഇണയില്ല പിണ കൂടരുത്. ഇണയില്ല പിണ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത, കാണുന്നതിനൊക്കെ ദൈവങ്ങളെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ജാതികളോടൊപ്പമുള്ള സഹകരണവും ബന്ധവുമല്ല ഇണയില്ല പിണ എന്ന് പറയുന്നത്. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം, ദൈവിക അനുഗ്രഹങ്ങളെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കവേ ദൈവത്തിൽ നിന്നും അകന്നു മാറിപ്പോയി ദൈവത്തെയും വേണ്ട, ആരാധനയും വേണ്ട, പള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയി വെറും ജാതികളെക്കാൾ കഷ്ടമായി ജീവിക്കുന്നവരുമായുള്ള ബന്ധമാണ് ഇണയില്ല പിണ എന്ന് പറയുന്നത്. അങ്ങനെ വ്യക്തികൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോലും നിങ്ങൾ പാർക്കരുത്. അവരുടെ മുകളിലായിരിക്കുന്ന ദൈവത്തിന്റെ ശാപം നിങ്ങളെ തൊടാനിടയാകും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പോയിട്ട് മടങ്ങുമ്പോൾ അവിടെയുള്ള ശാപവുമായ നിങ്ങൾ മടങ്ങി വരുന്നേ. ആ ശാപം നിങ്ങളുടെ മുകളിലും നിങ്ങളുടെ കുടുംബത്തിന്റെ മുകളിലും വന്നു ചേരാൻ ഇടയാകും. ഇത് ചിലരോടുള്ള വ്യക്തി പേര് പറയാൻ വയ്യാത്തത് കൊണ്ട് ഇന്ന് ആത്മാവിൽ പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു പറയുക, ഇനി ഇണയില്ല പിണ കൂടരുത്. അത് നിങ്ങൾക്ക് നന്നല്ല. ഹല്ലേലൂയ. ഇണയില്ല പിണ കൂടരുത്, അത് നിങ്ങൾക്ക് നന്നല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവർ. യെശയ്യാ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇന്ന് രാവിലെ ഞാനിട്ടൊരു വചനം ഉണ്ടായിരുന്നല്ലോ, യിരെമ്യാ പ്രവാചക പുസ്തകം. ഇന്ന് രാവിലെ മൊബൈൽ ഒന്ന് എടുത്ത്, ഇന്ന് രാവിലെ ഞാനിട്ട വചനം ഒന്ന് എടുത്തു.
താങ്ക് യു ജീസസ്. പ്രാർത്ഥിക്കാൻ പോവാ, അതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മൈക്കൂട്ടിലൊന്ന് വായിച്ചേ, ആ വാക്യം കൂടെ പറഞ്ഞൊന്ന് വായിച്ചേ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. ചെവി തുറന്നു കേട്ടെ, ആ ചെവിയിലൊന്ന് പിടിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ മൃഗം, പക്ഷി. അങ്ങനാണോ? കേട്ടില്ല. മൃഗം, മനുഷ്യൻ, പക്ഷി. അങ്ങനാണോ? പിന്നെങ്ങനെ? മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആരാൽ ശപിക്കപ്പെട്ടവൻ? ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ. ഞാൻ നേരത്തെ ആ തുടക്കത്തിലെ പറഞ്ഞു, ദൈവം പ്രതികൂലമായി നിൽക്കുന്നവനുമായി ചങ്ങാത്തം കൊള്ളരുത്. ദൈവത്തിന് തോന്നാത്ത സിമ്പതി നമുക്ക് അവരോട് തോന്നരുത്. അവരെ ദൈവം ശപിക്കും. അങ്ങനെയുള്ള ഇടത്ത് നീ പോയിട്ട് നീ മടങ്ങുമ്പോ ആ ശാപം കൂടെ നിന്റെ ദേഹത്ത് വെച്ചോണ്ടാ വരുന്നത്. വീട്ടിലോട്ട് വന്നു കയറും, അത് നിന്റെ മുകളിൽ, നിന്റെ കുടുംബത്തിന്റെ മുകളിൽ അത് പ്രാബല്യത്തിലാകും. വന്ന അനർത്ഥം മറ്റൊന്നും കൊണ്ടല്ല, ഉത്സവമല്ല വലുത്. ജാതികൾ ഉത്സവം കാണും, ഉത്സവം നടത്തും. അത് ജാതികളുടെ ആരാധന, അവരാരാണോ ആരാധിക്കുന്ന അവരെ ഉയർത്തുന്നതാണ്. നീ അതിനെ പോകുന്നതും അതിനെ ഉയർത്തുന്നവരുടെ അടുക്കൽ നീ ചെല്ലുന്നതും നീ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാ, നീ പിശാചിനെ മഹത്വപ്പെടുത്തുന്നതിന് സമമാ. ഹല്ലേലൂയ. നല്ലൊരു സ്തോത്രം പറഞ്ഞേ. നീ വിതച്ചാൽ നീ കൊയ്യും. ഇത് സത്യമല്ലേ? ഇത് അനുഭവമുള്ളവർ ഒന്ന് കരം ഉയർത്തിയ, കള്ളം പറയാതെ ഒന്ന് കരം ഉയർത്തിയ. ചിലര് കരം ഉയർത്തുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഇരിക്കുമ്പോ എനിക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതൊക്കെ, എന്റെ സഭയെക്കുറിച്ചും സഭയിലെ കുടുംബങ്ങളെ കുറിച്ചും വെളിപ്പെടുത്തേണ്ടതൊക്കെ എന്റെ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തും. അവരെന്ന് വിടുതൽ പ്രാപിക്കും, എന്നവർക്ക് അനുഗ്രഹം കിട്ടും, എന്ന് അവരുടെ മുകളിൽ നന്മ വരും, എന്നവർക്ക് സൗഖ്യം വരും, എന്റെ കർത്താവ് എന്നെ വെളിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറയുമ്പോൾ നടക്കും. പോവും. സമയം പറയാം. ഹല്ലേലൂയ. നല്ലൊരു സ്തോത്രം പറഞ്ഞേ. എന്റെ ദൈവം വലിയവനാണ്. എന്റെ ദൈവം വലിയവനാണ്. മോളെ, നിന്നെ കണ്ടപ്പോ കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയും, നിന്നെ ഒരു 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 സെലിബ്രിറ്റി ആക്കും ദൈവം. അത് ഏത് മേഖലയെന്ന് എനിക്കറിയത്തില്ല. ഒരു സെലിബ്രിറ്റി, അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആക്കും കർത്താവ്. എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിന്നെ കർത്താവ് ഇങ്ങനെ, നിന്നെ ഞാൻ നോക്കിയപ്പോ കർത്താവ് ഇങ്ങനെ സെലിബ്രേറ്റ് സെലിബ്രിറ്റിയുടെ നിന്നെ കർത്താവ് ഇങ്ങനെ നോക്കിയപ്പോ നിന്നെ കുറിച്ച് കർത്താവ് നിന്നെ ഒരു സെലിബ്രിറ്റി. എങ്ങനെയാന്ന് എനിക്കറിയില്ല. പല ചാനലുകളിലോ ഒക്കെ ആങ്കറായിട്ടോ അങ്ങനെ എന്തോ, എനിവേ കർത്താവിനെ അറിയാം. നിന്നെ ഒരു സെലിബ്രിറ്റി ആക്കുന്നു. സിനിമാ നടിയല്ല, സീരിയൽ നടിയല്ല കേട്ടോ. ഹല്ലേലൂയ.
ഞാൻ പറയുന്നു, ഇണയില്ല പിണക്കൂടരുത്. ദൈവം തള്ളിയതിനോടുകൂടെ പോകരുത്. ദൈവത്തെ വിട്ട് പിന്മാറ്റത്തിലേക്ക് പോകാൻ ഒരുവന് കഴിയുന്നു എങ്കിൽ ദൈവം അവനെ ഹല്ലേലൂയ കളഞ്ഞു. അങ്ങനെയുള്ളവരോട് ചങ്ങാത്തമരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത്. പാപികൾ പറയുന്ന എന്നറിയാമോ? ഈ ദൈവത്തെ വിട്ട് മാറിയവര് പറയും, ഞാൻ നാണ്ട ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ ഇപ്പൊ ജാതീയപരമായി നിൽക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നിനക്ക് തോന്നും, ശരിയാണല്ലോ, കർത്താവിലായിരിക്കുന്ന എനിക്കാണല്ലോ ഈ പ്രതികൂലം. കർത്താവിലല്ലാത്ത അല്ലെങ്കിൽ മാറി നിൽക്കുന്ന അവർക്ക് വലിയ പ്രശ്നങ്ങൾ, അവർക്ക് വലിയ സന്തോഷ സുഖമാണല്ലോ. വചനം പറയും, ഈ ലോകത്തുള്ള സർവ്വവും നേടിയിട്ടും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അവരെ അങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതാണ്. കാരണം എന്നേക്കുമായി നിത്യനരകത്തിലേക്ക് വീഴേണ്ട പുള്ളിയാ. പിന്നെ ഇവിടെയെങ്കിലും ഇച്ചിരി ഒന്ന് എന്നാന്ന് വെച്ചാൽ തിന്നട്ടെ, കൊണ്ടുപോയിക്കട്ടെ എന്ന് കർത്താവ് വിചാരിക്കും. പക്ഷെ ഒടുവിൽ നിത്യനരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ടാകും. അന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കി നിന്നെ നോക്കി പറയും, അബ്രഹാം പിതാവേ, ആ അടുത്തിരിക്കുന്ന ആ ശശീല കുഞ്ഞമ്മേ, അപ്പച്ചി എന്നതാ, അവരുടെ കയ്യിൽ ഒരു ഇച്ചിരി വെള്ളം കൊടുത്ത് താഴോട്ടൊന്ന് അയക്കണേ. അപ്പൊ അബ്രഹാം പിതാവ് പറയും, അപ്പൊ ഉടനെ അവിടെ നിന്നുണ്ട് ശശീലാന്റി, അബ്രഹാം പിതാവ് പറയും, അങ്ങനെ ആക്കിയല്ല ശശീലാന്റി, ആന്റി അവിടെ നിന്ന് ഞാൻ നോക്കത്തേ ഉള്ളൂ. അബ്രഹാം പിതാവ് പറയും, ഇവിടുന്ന് ഒരുവൻ അങ്ങോട്ട് വരാൻ കഴിയേല, വരണമെന്ന് വിചാരിച്ചാലും കഴിയേല. പിന്നെ അവിടുന്ന് ഒരുവൻ ഇങ്ങോട്ട് വരാനും പാടില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാലും കഴിയേല. തന്റെ കുഞ്ഞാ, തന്റെ പ്രിയപ്പെട്ടവരാ, ബന്ധുവാ, ചാർച്ചക്കാരിയാ, ഒക്കെ ശരിയാ, വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയത്തില്ല. അപ്പൊ ചോദിക്കും, അത് എന്നാ കഴിയാത്ത? എന്റെ പ്രാണനാഥന്റെ ഈ സ്നേഹം വിട്ട് ആ മാറോട് പറ്റിച്ചേരുമ്പോ ഉള്ള ആ സന്തോഷവും സമാധാനവും വിട്ട് കുഞ്ഞെ എനിക്ക് നിന്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല. ഹല്ലേലൂയ. പിന്നെ അവിടെ നിന്ന് ഒരുവൻ ഇങ്ങോട്ട് വരാനും പാടില്ല. കാരണം ഇത് ദൈവത്തിന്റെ ഇടമാണ്. പിശാചിനും പിശാചിന്റെ സന്തതികൾക്കും വന്ന് ഇരിക്കാനും കയറാനുമുള്ള ഇടമല്ല എന്ന് പറയാൻ ഇടയാകാതെ ഇരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. രാത്രി കഴിയാറായി, വെളിച്ചം വന്നിരിക്കുന്നു, പകൽ തുടങ്ങാറായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കാം. ഇന്ന് വചനമൊന്നും ആയിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് സമയം കിട്ടത്തില്ലല്ലോ, തരുന്നില്ലല്ലോ. ഓരോരുത്തർ വന്ന് വീട്ടിൽ നിന്നോട്ട് വരുമ്പോൾ ഒരിത്രയുള്ള ഒരു മുള്ളുമായിട്ട് വരും. ആദ്യം ഇത് ചേറയിലോട്ട് അങ്ങ് വെക്കും, എന്നിട്ട് അതേലോട്ടാ ഇരിക്കുന്നേ. ഈ സൈഡ് വേദനിക്കുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുന്നേ, മുള്ളിലോട്ട്. എങ്ങനെയെങ്കിലും ഇത് തീരണം, എഴുന്നേറ്റുണ്ട്. പിറ്റേ ആഴ്ച വരുമ്പോ അതേ മുള്ളുമായിട്ട് വീണ്ടും വരും. ഇന്ന് പകലിൽ മുള്ളുകളെല്ലാം ഒടിഞ്ഞു പോട്ടെ, പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകട്ടെ, വലിയ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളെ സഭയിൽ വന്ന് ഇരുന്ന് ആരാധിക്കാൻ കഴിയാത്ത സാഹചര്യം രോഗകാരണമാണെങ്കിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ചില വ്യക്തിബന്ധങ്ങളാണെങ്കിൽ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ മാറിപ്പോകട്ടെ. എന്താ അവിടെ ആമേൻ പറയാഞ്ഞേ? ദൈവഹിതമല്ലാത്തത് മാറിപ്പോകാനേ ഞാൻ പറഞ്ഞോളൂ. ദൈവഹിതമല്ലാത്തത് നിങ്ങളോട് ചേർന്നിരുന്നാൽ നിങ്ങളും ദൈവഹിതമല്ലാത്തവരായി തീരും. അതുകൊണ്ട് ദൈവഹിതം ദൈവസഭയുടെ മുകളിൽ വരട്ടെ. നല്ലൊരു സ്തോത്രം പറഞ്ഞു.
നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗമാണ്, പ്രശ്നമാണ്, പ്രതികൂലമാണ് കാരണമെങ്കിൽ ആ പ്രതികൂലം മാറട്ടെ, ആ രോഗം മാറട്ടെ, ആ പ്രശ്നം മാറട്ടെ, ആ കടബാധ്യത മാറട്ടെ. നിങ്ങളുടെ കടബാധ്യതയാണ് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ഇരുന്ന് ആരാധിക്കാൻ കഴിയാത്ത സാഹചര്യമെങ്കിൽ ആ കടബാധ്യത മാറട്ടെ. ഞായറാഴ്ച പോലും നിങ്ങൾക്ക് അവധിയില്ലാത്ത ഒരു ജോലിയാണെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ വരുന്ന സാഹചര്യം നിങ്ങൾ ആയിരിക്കുന്ന തൊഴിൽ മേഖലയിൽ തന്നെ ഉളവായി വരട്ടെ. ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം. മോളെ, നിനക്ക് എന്താകണമെന്നാ നിന്റെ ആഗ്രഹം? നിന്റെ ആഗ്രഹം എന്താ? ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? നിനക്ക് എന്താകണമെന്ന ആഗ്രഹം? നിന്റെ ഉള്ളിലെ ആഗ്രഹം പറഞ്ഞോ. എയർ ഹോസ്റ്റസ്. നിന്നോട് ഞാൻ എന്തുവായിരുന്നു ദൂത് പറഞ്ഞു? നിന്നോട് പറഞ്ഞ ദൂത് എന്തായിരുന്നു? ആ ലൈവ് ഒന്നുകൂടെ എടുത്ത് കേട്ടു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. തന്റെ ഭക്തന്റെ ആഗ്രഹം ദൈവം നടത്തിത്തരും. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നിന്നെ സഹായിക്കും. എയർ ഹോസ്റ്റസ് അല്ലേ? അതിനേക്കാൾ നല്ലതല്ലേ പൈലറ്റ്? നിന്നെ കർത്താവ് അങ്ങനെ ആക്കിയാൽ നിനക്ക് ആഗ്രഹമുണ്ടോ ആകുന്നതിന്? അല്ലേ? നിന്നെ കർത്താവ് പൈലറ്റാണ്. നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നീ വിശ്വസിച്ചേ പറ്റൂ. നിന്നെ കർത്താവ് പൈലറ്റാണ്. നീ ഫ്ലൈറ്റിനെ പുറത്തും. ഇപ്പൊ നിനക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ അധികമാണ്. നിന്റെ കുടുംബം, നിന്റെ വീട്, നിന്റെ സാഹചര്യം, ഏത് സാഹചര്യത്തെയും മാറ്റാൻ കഴിവുള്ളവനാണ് ഞാൻ സേവിക്കുന്ന എന്റെ യേശു. ഹല്ലേലൂയ. ഇന്നലെ ഞാന് ഏതോ ഒരു ദൈവദാസനുമായിട്ടാണെന്ന് തോന്നി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ സഭയിൽ വരുന്ന വിശ്വാസികളിൽ പലരും ഒരു ദിവസം ഇടുന്നത്, സ്തോത്രക്കാഴ്ച ഇടുന്നത് 1,00,000 രൂപയാണ്. ഹല്ലേലൂയ. ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഞാൻ കേട്ടത് എന്നാന്നറിയാമോ? ഒരു ദിവസം ഒരു മീറ്റിംഗിൽ വന്ന് സ്തോത്രക്കാഴ്ച ഇടുന്നത് 1,00,000 രൂപ. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ 130 കോടി രൂപ മുടക്കി ഒരു വസ്തു ദൈവത്തിന്റെ ആലോചന പ്രകാരം മേടിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 65 ലക്ഷം രൂപയായിരുന്നു. അത് സഭയിൽ നിന്ന് കിട്ടിയ ശേഖരണം എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഉണ്ടായിരുന്നത് 65 ലക്ഷം രൂപയാണ്. പക്ഷെ 1,30,00,000 രൂപയ്ക്ക് ആ വസ്തുവക അദ്ദേഹം മേടിച്ചു. ആ ദേവദാസ് ഇവിടെ കർത്താവ് അനുവദിച്ചാൽ ഇവിടെ വരും. അത് മേടിക്കാനുള്ള കാര്യം, അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ പൈസ 20 വർഷത്തെ ശേഖരണമായിരുന്നു 65 ലക്ഷം രൂപ. ഈ പൈസ ഇദ്ദേഹം കൊണ്ട് ആ വസ്തുവിന് ദൈവശബ്ദം കേട്ട് അഡ്വാൻസ് ചെയ്തു വിശ്വാസത്തോടെ. 1 മാസത്തെ കണ്ട കാലയളവ് വാങ്ങണ്ടായിരുന്നു, അതിന് അവധി വെച്ചെന്ന് തോന്നുന്നു. ഇതിനകം വെച്ചൊരു അത്ഭുതം നടന്നു. ഒത്തിരി പൈലറ്റുമാരും ഒത്തിരി ഉദ്യോഗസ്ഥരും ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരുപാട് പേരെ എന്റെ കർത്താവ് ആ ആലയത്തിൽ സഭാംഗങ്ങളായി കൊണ്ടുവന്നു. അവരുടെ ഒരു സ്തോത്ര കാഴ്ച 1,00,000 രൂപ കുറഞ്ഞത്. 1 മാസം കൊണ്ട് അവരാ 130 കോടി രൂപയ്ക്ക് ആ വസ്തു സഭയ്ക്ക് വേണ്ടി. ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ,
എൻ്റെ സഭയിലും അങ്ങനെയുള്ളവരെ അയക്കണം. ഞാൻ കർത്താവിനോട് വേറൊന്നുകൂടെ പറഞ്ഞു, കർത്താവെ അങ്ങനെയുള്ളവരെ അയക്കണം. അത് കൂടാതെ ഇവിടെ ഉള്ളതിനെ ചിലതിനെ അതിനേക്കാൾ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ജീസസ് പവറിൽ ഒരു പൈലറ്റ് ഉണ്ട്, അത് നീയാണ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞു. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി. ഞാനൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിനാൻഷ്യലി ഒരു ബ്രേക്ക് ത്രൂ സഭയുടെ മുകളിൽ വരും. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും കടബാധ്യതകളും ഇന്ന് മാറും. വന്നേ ബ്രദറിഞ്ഞു വന്നേ. താങ്ക് യു ജീസസ്. നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 2-3 പേർ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിന് മുകളിൽ ഐക്യമത്യപ്പെട്ടാൽ ദൈവം അതിന്റെ മുകളിൽ പ്രവർത്തിക്കുമെന്ന് തിരുവചനം പറയും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, നല്ലവനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സഭയുടെ മുകളിൽ ഉണ്ടാകട്ടെ അപ്പ. സഭയം കുടുംബങ്ങളുടെ മുകളിൽ കർത്താവ് ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഇന്ന് പകലിൽ പൊട്ടിപ്പുറപ്പെടട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. ചില നന്മകൾ വെളിപ്പെടട്ടെ. അടഞ്ഞുകിടക്കുന്ന ചില വാതിലുകൾ ഇന്ന് പകലിൽ തുറക്കട്ടെ. ചിലർക്ക് ചില ജോലി കയറ്റങ്ങൾ ഉണ്ടാകട്ടെ. ചിലർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ. പുതിയ ഫിനാൻഷ്യൽ മേഖലകൾ ഓപ്പൺ ആകട്ടെ. പുതിയ വഴികൾ ഇന്ന് സഭയുടെ മുകളിൽ തുറക്കേണ്ടത് നിങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ. ഇപ്പോൾ ജോലിയിലായിരിക്കുന്നവർക്ക് ഉയർന്ന പദവികളിലേക്ക് ജോലി കയറ്റം കിട്ടട്ടെ. അവരുടെ ശമ്പളം വർദ്ധിക്കട്ടെ. തൊഴിൽ മേഖലയിൽ വലിയൊരു വിശാലത ഉണ്ടാകട്ടെ. ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു വിശാലത ഉണ്ടാകട്ടെ. വലിയൊരു അഭിവൃദ്ധി ഇന്ന് സഭയുടെ മുകളിൽ വരേണ്ടതിന് ഇന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഇടം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമ്മൾ ഈ നിൽക്കുന്ന നിൽപ്പിൽ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പോവുക. ഇന്ന് ഇവിടെ നിൽക്കുന്ന നിൽപ്പിൽ ഇന്ന് ലൈവിലൂടെ ആരെങ്കിലും എന്നെ വാച്ച് ചെയ്യുന്നെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിൽ ഒത്തിരി ക്രൈസിസ് നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ല നന്മ നിങ്ങൾ കർത്താവിന് വേണ്ടി എടുത്താട്ടെ. ലൈവിലൂടെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഇന്ന് സ്തോത്ര കാഴ്ച നമ്മൾ എടുക്കാൻ പോവാം. നിങ്ങൾ കർത്താവിന് വേണ്ടി എടുത്തത് ദൈവരാജ്യത്തിലേക്ക് നിങ്ങളൊന്ന് വിതയ്ക്കാൻ പോവാം. എന്നെ കാണുന്നവർ നിങ്ങളുടെ നന്മ എനിക്ക് തരാൻ ഞാൻ പറയില്ല. പകരം നിങ്ങളായിരിക്കുന്ന ആലയത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ കൊടുത്താട്ടെ. നിങ്ങൾക്ക് എനിക്കോ അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന സഭയ്ക്കോ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താട്ടെ. ഞാൻ അതിനേക്കാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളായിരിക്കുന്ന ആലയത്തിൽ, ലൈവിലൂടെ വാച്ച് ചെയ്യുന്നവരോട് പറയുന്നത്, നിങ്ങളായിരിക്കുന്ന ആലയത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നു എങ്കിൽ, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കാളികളാകുന്നു എങ്കിൽ, നിങ്ങൾ ഉയർത്തുന്ന ആ നന്മ നിങ്ങളുടെ ആലയത്തിൽ നിങ്ങൾ കൊടുത്താട്ടെ. അത് നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവം വരുത്തി തീർക്കും. ഇന്ന് നിങ്ങളുടെ കരങ്ങളെ എന്റെ സ്വർഗം അനുഗ്രഹിക്കാൻ പോകുക. വചനം പറയുന്നു, പത്രോസിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. നമ്മുടെ സഭയ്ക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ചർച്ചിന്റെ റെന്റ് എന്ന് കൊടുക്കണം. അനേക ആവശ്യങ്ങളുണ്ട്. എന്നും നിങ്ങളോട് പറയുന്നതാണ്. ഇന്ന് നിങ്ങൾ കൊടുക്കുന്നത് മനസ്സോടുകൂടെ നിങ്ങൾ ചെയ്യുന്നത് ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹത്തിനായി വരുത്തി തീർക്കുമാറാകേണ്ടതിന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിശുദ്ധകരത്തെ സ്വർഗത്തേക്കൊന്ന് ഉയർത്താമോ?
ബ്രദറെ, കരങ്ങളെ ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെടുത്തിരിക്കുന്ന നന്മയെ സ്വർഗത്തേക്ക് ഞങ്ങൾ നീട്ടുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വിതയ്ക്കുന്ന ഈ നന്മകളെ കർത്താവെ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഇടം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് പകലിൽ ഈ കരങ്ങളിൽ പതിക്കേണ്ടതിന് സ്വർഗത്തോട് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കലവറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഫിനാൻഷ്യൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ തലമുറകളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. ഇവരുടെ ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ തുറക്കട്ടെ. തൊഴിലില്ലാതെ ഇരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തൊഴിലുണ്ടാകട്ടെ, തൊഴിലുണ്ടാകട്ടെ. കിഴക്കിനോടും പടിഞ്ഞാറിനോടും തെക്കിനോടും വടക്കിനോടും കൽപ്പിക്കുന്നു, ഇവരുടെ നന്മകളെ തടുക്കരുത്, ഇവരുടെ നന്മകളെ തടഞ്ഞു വെക്കരുത്. ഇവർക്ക് നന്മ കൊടുക്കുന്നത് സർവശക്തനായ ദൈവമാണ്. കിഴക്കല്ല, പടിഞ്ഞാറല്ല, തെക്കല്ല, വടക്കല്ല, ദിശകളല്ല ഇവരുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. ഇവരുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് ഇന്ന് ഈ പകലിലും സർവശക്തനായ ദൈവമാണ്. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇന്ന് പകലിൽ ഇവരുടെ കരങ്ങളിൽ വീഴട്ടെ, ഇവരുടെ കുടുംബങ്ങളിൽ വീഴട്ടെ, ഇവരുടെ ബിസിനസ് മേഖലയിൽ വീഴട്ടെ. ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ, അനുഗ്രഹം തന്നെ പ്രാപിക്കട്ടെ, നന്മകൾ തന്നെ പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. യേശു യേശു ഹല്ലേലൂയ. ഒരറിയിപ്പുണ്ട്. നമ്മുടെ വാടകയെക്കുറിച്ചാണ്. വാടക നിറയായി വാടക കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മുടങ്ങാതെ വാടക കൊടുക്കാൻ നമ്മുടെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഹല്ലേലൂയ. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കടലിൽ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നു. ആ വല വലിച്ചു കയറ്റുന്നവർ ഒരു 10-50 പേര് കാണും. അവർ ഒരുമിച്ച് നിന്ന് പിടിച്ചാലേ ആ വല കരയ്ക്ക് വരത്തുള്ളൂ. അതേമാതിരി നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമുക്ക്